ഡയറക്ടേഴ്സ് എന്ന ധ്യാൻ മൂവി ചെയ്യുമോ? പാർട്ട്നേഴ്സ് ആണ് ഉദ്ദേശിച്ചത്. ധ്യാൻ മൂവി ചെയ്യുമോ? സുകന്യാസ് യു അഗൈൻ. ഈ ആരാധകരുടെ ഒരു കാര്യം. നീ പകപോക്കാണല്ലേടാ. പറ, ഇതിലാരുടെ ആളാ നീ? പ്രണവ് മോഹൻലാൽ, മമ്മൂട്ടി, ദുൽഖർ സൽമാൻ? സാരമില്ല, ആരുടെ ആളായാലും നമുക്ക് തുടങ്ങാം. വന്നല്ലോ ധ്യാനണ്ണൻ, വന്ന് പൊട്ടിക്കുന്നു ആറ്റം ബോംബുകൾ. വന്നല്ലോ ധ്യാനണ്ണൻ, വന്നല്ലോ ഇന്റർവ്യൂ സ്റ്റാർ, വരുന്നു പൊട്ടിക്കുന്നു മലപ്പടക്കം. അപ്പൊ ഡയറക്ടർ ഉദ്ദേശം എന്താ അറിയോ? ഇമ്മാതിരി കിടിലൻ ഹൈസ്റ്റ് ആയിരുന്നു. പക്ഷെ കിട്ടിയതോ? അപ്പൊ പടം തുടങ്ങുന്നത് 1989 കാസർഗോഡ് കാണിച്ചാണ്. കിടിലം ഹൈസ്റ്റ് പടം ഇറക്കാനുള്ള ബുദ്ധിയൊന്നും ഇവന്മാരുടെ തലയിലില്ലെങ്കിലും ചൈന, പൂനെ, പിന്നെ 1989 കാസർഗോഡ് മുതലായ വിദേശ രാജ്യങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി കാണിച്ചു തരാൻ മേക്കേഴ്സിന് നല്ല ബുദ്ധിയാണ്. സ്ഥലത്തിന്റെ ഒരു ഫൂട്ടേജ് ഗൂഗിളിൽ നിന്നെടുത്ത് സ്ഥലത്തിന്റെ പേര് അങ്ങ് എഴുതി കാണിക്കും. പിന്നെ ഒരു പക്ഷിക്കുഞ്ഞു പോലും ആ ഏരിയ ഇല്ലാത്തൊരു ഷോട്ട് അല്ലെങ്കിൽ ഒരു റൂമിന്റെ ഇന്റീരിയർ ഷോട്ട് അങ്ങ് തരും. ഡയറക്ടർ സാർ അപ്പൊ ഹരീഷ് പാരഡിയോട് കരാർ ഉറപ്പിച്ച് പുള്ളിക്ക് ഡയലോഗ് കൂടി വന്ന ബഡ്ജറ്റ് മീറ്റ് ആവില്ലെന്ന് തോന്നി പ്രൊഡ്യൂസർ കേസ് വിട്ടപ്പോ ഡയറക്ടർ ഒന്ന് സിമ്പിളായിട്ട് പാരഡിയോട് ഒരൊറ്റ ഉപദേശം: നീ ഒന്നും പണയണ്ട. പുള്ളിക്കൊരു ഡയലോഗ് പോലും ഇല്ല. കാശ് ലാഭം, പാരഡിയുടെ കൊണ സഹിക്കും വേണ്ട ഐലേസ. അങ്ങനെ തുടക്കത്തിൽ തന്നെ ആരുടെയോ വെടികൊണ്ട് പാരഡി. പിന്നെ അവിടെ നിന്ന് നേരെ 2005 ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇങ്ങേരുടെ ഏതോ ഫ്രീസ് ആയ ഒരു എമൗണ്ടിനെ പറ്റി അന്വേഷിക്കാൻ ഇൻകം ടാക്സ് ഓഫീസിൽ എത്തിയതാണ്. ഇൻകം ടാക്സുകാരാണെങ്കിൽ ഇങ്ങേരെ അന്വേഷിച്ച് നടക്കായിരുന്നു. അതിപ്പോ ലാഭായല്ലോ. എന്നിട്ട് ഇങ്ങേര് ഷാജോണിനോട് കഥ പറയാൻ തുടങ്ങും. അവിടെ നിന്ന് നേരെ 6 മാസങ്ങൾക്ക് മുമ്പ് കണ്ണൂർ, കോഴിക്കോട്. ഈ സ്ഥലം എന്തോ കണ്ണൂരിന്റെയും കോഴിക്കോടിന്റെയും വരമ്പത്താണെന്ന് തോന്നുന്നു. അങ്ങനെ ഈ 5 മരപ്പാഴുകളെ വളരെ ടഫായി ഇന്റർവ്യൂ നടത്തി ദിവന്മാർ ബാങ്കിന്റെ പുതിയ ബ്രാഞ്ചിലേക്ക് ജോലിക്കെടുക്കും. ഞാൻ നല്ല ഹാർഡ് വർക്കിംഗ് ആണ്, അതുകൊണ്ട് തന്നെ ബാങ്കിന്റെ വളർച്ചയും വേഗത്തിൽ. ബാങ്കിംഗ് വിദ്യാഭ്യാസമുള്ള ഒരുത്തം പോലും കൂട്ടത്തിലില്ലെങ്കിലും ഹ്യൂമർ സെൻസിന് ഒരു കുറവില്ല. ബാങ്കിംഗ് പ്രവർത്തനങ്ങൾ എളുപ്പത്തിൽ. ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ചേരം അങ്ങോട്ട് പോയി ചിരിച്ചേ, കുറച്ചേരം ഇങ്ങോട്ട് പോയി ചിരിച്ചേ. പിന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഷോട്ടിലൂടെ നായികയുടെ ഇൻട്രോ വെറൈറ്റി ആയിട്ടുണ്ട്. നായിക കർച്ചീഫ് വെച്ച് ജീപ്പിൽ സീറ്റ് പിടിച്ചിട്ടാണ് മാലയും വളയും നോക്കാൻ പോയത്. ധ്യാനണ്ണൻ അപ്പൊ തന്നെ വന്ന് അവളുടെ അടുത്തു വാല എന്നും പറഞ്ഞ് അതെടുത്ത് കളഞ്ഞ് അവിടെ ഇരിപ്പാകും. അവള് വന്നപ്പോ നാട്ടുകാരൊക്കെ അവളുടെ സെറ്റ്. അപ്പല്ല അവളുടെ പുച്ഛിച്ചൊരു ചിരിയുണ്ട്. ബട്ട് ഇത് പൂക്കിയായതുകൊണ്ട് ധ്യാനണ്ണൻ കേസ് വിടും. ഈ ധ്യാന്റെ ഒക്കെ ഒരു ഭാഗ്യം. വലിയ എക്സ്പ്രഷൻ ഒന്നും ഇടാണ്ട് ഇഷ്ടം പോലെ പടം അഭിനയിച്ചത് ഇങ്ങനെ നടക്കുക. എല്ലാം വിധി വൈപരീത്യം. അങ്ങനെ അവിടുത്തെ ഒരു ലോക്കൽ ഗേളിനെ ഡെപ്പോസിറ്റ് പിടിക്കാൻ വേണ്ടി ജോലിക്കെടുക്കും. എന്നിട്ട് അവളെയും കൂട്ടി ഡെപ്പോസിറ്റ് പിടിക്കാൻ പോകുമ്പോ ഇതിപ്പോ നിന്റെയും ബാങ്കല്ലേ, നീ പറഞ്ഞ കുറെ അക്കൗണ്ട് കൊടുക്കും. ആഹാ, ഈ യൂണിവേഴ്സ് കൊള്ളാലോ. വെറുതെ ഒരാളെ റൂട്ടിൽ കാണുന്നു. എടി നായിക, നിന്നെ ബാങ്കിലേക്ക് എടുത്തടി. പിന്നെ ധ്യാനം നായികയായിട്ടൊരു കേട്ടിയെല്ലാം പാട്ടാണ്. എന്റെ കണ്ണിൽ വന്നു എന്റെ പൊന്നു സാറേ, എനിക്കറിയാൻ പാടില്ല. തിരിച്ചു ഓർന്നാലേ ചീനമ്പാനത് ഇപ്പൊ കയറി വന്നിരുന്നതാണ്. ഷാജോണ് കഥ പറഞ്ഞു കൊടുക്കുമ്പോ ഇങ്ങേര് പാടിക്കൊടുത്തതായിരിക്കും. ട്രാൻസാക്ഷൻ ഒന്നും നടക്കുന്നില്ലെന്ന് നാട്ടുകാരുടെ കംപ്ലൈന്റ് കിട്ടി. അത് അന്വേഷിക്കാൻ പോയപ്പോഴാണ് അവർക്ക് ആ സത്യം മനസ്സിലായത്. അതൊരു ഫേക്ക് ബാങ്ക് ആണെന്ന്. ബാങ്കിന്റെ അസറ്റ് വർദ്ധിപ്പിക്കും. എന്റെ എക്സ്പീരിയൻസും നോളജും വെച്ചിട്ട് എനിക്ക് സാധിക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ്. ഇമ്മാതിരി ഉത്തരവും പറഞ്ഞ് നിന്നെയൊക്കെ ജോലിക്ക് എടുത്തപ്പോഴൊന്നും നിനക്കൊന്നും തോന്നിയില്ല അല്ലേ? അവർ എസ്കേപ്പ് ചെയ്യാൻ പ്ലാൻ ഇടുമ്പോഴേക്കും പോലീസ് എത്തി അവരെ മെയിൻ വില്ലന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാൽ ഇവരെല്ലാവരും ഓരോരോ ക്രൈം ചെയ്ത് എസ്കേപ്പ് ആയി നടക്കാണെന്ന് അറിഞ്ഞാണ് ഇവരെയൊക്കെ ജോലിക്കെടുത്തത്. എന്നിട്ട് അതും പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്ത് ഡെപ്പോസിറ്റ് പിരിക്കൽ നടക്കട്ടെ എന്നും പറഞ്ഞ് എല്ലാം കോംപ്ലിമെന്റ്സ് ആക്കി വിടും. എന്റെ ദൈവമേ, അപ്പൊ സിനിമ ഒന്നടങ്കം കള്ളന്മാരാണ്. പിന്നെ പ്യൂണിന്റെ സ്വഭാവമൊക്കെ അങ്ങ് മാറും. ഇങ്ങേരൊരു ചായ ചോദിച്ചപ്പോ വേണമെങ്കിൽ തന്നെ പോയി അങ്ങ് മേടിച്ചാൽ മതി. പക്ഷെ പറഞ്ഞതിൽ കാര്യമുണ്ട്. പുള്ളിയാണ് പടത്തിന്റെ പ്രൊഡ്യൂസർ. ആ ചായ കാശെങ്കിലും ലാഭിക്കാമല്ലോ. അപ്പൊ ഇവർക്കൊരു സംശയം. എസ്കേപ്പ് ആവാൻ പ്ലാൻ ഇട്ടപ്പോ തന്നെ പോലീസ് ഇവരെ പൊക്കിയല്ലോ. സോ കൂട്ടത്തിൽ തന്നെ ഒരു ഇൻഫോമർ ഉണ്ടാവണമല്ലോ. അങ്ങനെ സോർട്ട് ഔട്ട് ചെയ്ത് വന്നപ്പോ ഈ 2 പേരിൽ ആരാണ് ഇൻഫോമർ എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ധ്യാനണ്ണൻ പറയും, അത് ഞാൻ കണ്ടുപിടിക്കും. അപ്പൊ ആളെ പിടിക്കാനുള്ള പുള്ളിയുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാ, ഞാൻ പോവാന്നും പറഞ്ഞ് പുള്ളി ഇറങ്ങും. അപ്പൊ പുള്ളിക്ക് ഡൗട്ടുള്ള 2 ആൾക്കാർ കൂടെ ഇറങ്ങും. തുടക്കത്തിൽ തന്നെ ആ പ്ലാൻ. അങ്ങനെ വില്ലന്മാര് 3 എണ്ണത്തിനെയും പിടിച്ച് പിന്നെയും വീട്ടിൽ കൊണ്ടാക്കും. ഇവന്മാർ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടി തുടങ്ങും. നീയ ഒറ്റുകാരെന്നും പറഞ്ഞു. ഇവന്മാരുടെ വർത്തനം കേട്ട് പ്രാന്ത. ഈ കിഴങ്ങന്മാരെ കൊണ്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായപ്പോ ഒറ്റുകാരൻ തന്നെ അങ്ങോട്ട് കാര്യം പറയും. ഇവരാരുമല്ല,
ഞാൻ ആ വികസനം വിളിച്ചു പറഞ്ഞു. വാവ്, സൈക്കോളജിക്കൽ മൂവ്. ഒറ്റുകാരന്റെ മനസമാധാനം കളഞ്ഞ് അവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ച കിടിലം ഐഡിയ. എനിക്ക് മാത്രമല്ല, ഈ ചാക്കോയ്ക്ക് പറയാം. പിന്നൊരു പാട്ട്, പണ്ട് ഇവർ എത്ര സന്തോഷത്തോടെ ജീവിച്ചു എന്ന് കാണിക്കാനായിട്ട്. അല്ല, ഈ പണ്ടെന്ന് പറയുമ്പോ 2 ആഴ്ച. അങ്ങനെ ആ നാട്ടിലെ പണക്കാരനായ ഭട്ടിന്റെ കൂടെ ഇങ്ങനെ കാണുമ്പോ കൂട്ടത്തിലുള്ള ഈ ബുദ്ധന് ബോധോദയുണ്ടാവും. 1989 യവന്റെ അമ്മാവനായ ഹരീഷ് പേരടിയെ ചതിച്ച് കൊലയ്ക്ക് കൊടുത്ത് കുറെ സ്വർണം അടിച്ചുകൊണ്ട് പോയ ആളാണ് ഈ ഭട്ട്. സോ ഇവൻ അങ്ങ് ചുമ്മാ ഊഹിക്കും ഭട്ടിന്റെ സ്വർണം അടിച്ചു മാറ്റലാണ് മെയിൻ വില്ലന്റെ പ്ലാൻ എന്ന്. ഭട്ടിന്റെ ആ സ്വർണം ഇപ്പോഴുണ്ടോ നിനക്കറിയോ? അതില്ല. മെയിൻ വില്ലന്റെ പ്ലാൻ ഇതാണെന്ന് വേറെ വല്ല വഴിയിലൂടെ നീ അറിഞ്ഞോ? അതില്ല. അപ്പൊ നീ അതങ്ങ് ഉറപ്പിച്ച് പറയാനുള്ള കാരണം? കാരണമുണ്ട്. ഈ നമുക്ക് തോന്നില്ലേ, ചില രൂപവും ഭാവവും ഒരു കാര്യം മറ്റടുത്ത ചോദ്യം ചോദിക്കില്ല. അപ്പൊ വലിയ കള്ളന്റെ പ്ലാൻ എന്താന്ന് വെച്ചാ, ആദ്യം ഒരു ഫേക്ക് ബാങ്ക് തുടങ്ങാം. എന്നിട്ട് ഭട്ടിന്റെ വിശ്വാസം പിടിച്ചു പറ്റാ. എന്നിട്ട് ഭട്ടിന്റെ ഗോൾഡ് എടുക്കാൻ ആരേക്ക് വരുന്നു തോന്നിപ്പിച്ച് പേടിപ്പിക്കുക. അപ്പൊ പേടി കാരണം ഫുൾ ഗോൾഡ് ആ ബാങ്ക് ലോക്കറിൽ വെക്കാൻ ഭട്ട് പറയും. അപ്പൊ അതും കൊണ്ട് മുങ്ങാം. ഗോൾഡ് കയ്യിൽ വന്നാൽ ലെവല് ശല്യമാവും തോന്നിയപ്പോ ധ്യാനണ്ണൻ പോക്കിയായിട്ട് ബ്രേക്കപ്പ് ആവാൻ തീരുമാനിക്കും. ഒടുവിൽ ചെയ്യാൻ പാടില്ലാത്ത പലതും ചെയ്തു. അത് പഴയ കാര്യല്ലേ? എന്റെ പൊന്നു മോളെ, ഈ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞ എന്തൊക്കെയാണെന്നറിയോ? സ്വർഗത്തിലെ കട്ടുറുമ്പ്, ചീന ട്രോഫി, ഐറിൻ അറേബ്യ, കാലിപ്പേഴ്സ് ഓഫ് ബില്യനേഴ്സ്, കുടുംബസ്ത്രീയും കുഞ്ഞാടും. ഒന്നും രണ്ടുമല്ല, കുറെ ഉണ്ട്. പല സൈസിൽ പല രീതിയിൽ പിടയ്ക്കുന്നത് എന്റെ കയ്യിൽ. അങ്ങനെ പൊട്ടം പട്ട് ഗോൾഡ് മൊത്തം ബാങ്കിൽ വെക്കുന്നെന്ന് കുറച്ച് ഗോൾഡ് മാത്രം വേറെ സ്ഥലത്തേക്ക് വെക്കാനായി മെയിൻ വില്ലനെയും ബട്ടിനെയും ധ്യാനണ്ണൻ ബുദ്ധിപരമായി മാറ്റി നിർത്തും. ലോക്കർ റൂമിന്റെ കീയും എടുത്ത് ലോക്കറിൽ 2 പേരെ കാവലും നിർത്തി അവർ പോവും. പോണ വഴിക്ക് ആ പൊട്ടന്മാരെ പോലീസ് പിടിക്കും. അപ്പോ ലോക്കർ റൂമിന്റെ കീ ബട്ടിന്റെ ആൾക്കാർ ലോക്കറിൽ കാവൽ. ധ്യാനണ്ണൻ എങ്ങനെ സ്വർണ്ണമെടുക്കും? നൗ നിങ്ങൾ ഇതുവരെ കണ്ട ഹൈസ് മൂവിയൊക്കെ അങ്ങ് മാറ്റി വെച്ചേക്ക്. അണ്ണൻ ലോക്കറിന്റെ മുകളിൽ എന്തോ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. റിമോട്ട് അമർത്തുമ്പോ അതിന് ആസിഡ് വീണ് ഗോൾഡ് എല്ലാം ഉരുകി തിളച്ച ചായ വീണ ഉരുകി പോണ പ്ലാസ്റ്റിക് പൈപ്പിലൂടെ ഒഴുകി അത് ഓറഞ്ച് ജ്യൂസ് ആയി പുറത്തു വരും. എന്നാലും എന്തിനായിരിക്കും ധ്യാൻ ശ്രീനിവാസൻ സ്വർണം പോലും ജ്യൂസ് ആക്കി മാറ്റിയത്? അതവനവന്റെ അച്ഛനോടുത്ത വാക്കാണ്. നമ്മൾ തലയാക്കി നേടിയാന്നറിയാം നിനക്ക്. അങ്ങോട്ട് നോക്ക്, ആ ജ്യൂസ് കടയുടെ പിന്നിലൊരു മറയുണ്ട്. അവിടെയുള്ള ഒരു ബെഞ്ചില ഞാൻ നിനക്ക് തരും ഒരു ജ്യൂസ് കട തുടങ്ങാൻ. നമ്മളൊരു കിനാവ് കാണാണ്. നമ്മളിൽ ഇപ്പൊ പണമുണ്ടല്ലോ, നമ്മളും കാണട്ടെ ഒരു കിനാവ്. നിനക്ക് ജ്യൂസ് കട തുടങ്ങാനുള്ള അതിമോഹം കൊണ്ടല്ലടാ നീ എന്നെ സഹായിക്കാൻ വന്നത്. നേരപ്പേ നിന്റെ അത്യാഗ്രഹം കൊണ്ടാ കിട്ടാനുള്ളതും കൂടെ കിട്ടാതെ പോയത്. അങ്ങനെ ആ ജ്യൂസൊക്കെ വിറ്റ് കാശാക്കി ധ്യാനണ്ണൻ റിച്ച് ആകും. ഈ സിനിമ കാണുന്നതിനിടയിൽ ലോജിക്, എക്സ്പ്ലനേഷൻ, സ്റ്റോറി എന്നിവയൊക്കെ ചോദിച്ച് എന്നെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ബൈ.